സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നോൺ വെജ് അച്ചാറാണ്, ബീഫ് അച്ചാർ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അച്ചാറിനായി 3/4 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഈ വലുപ്പത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നെയ്യെല്ലാം മാറ്റി ഇറച്ചി മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈകൊണ്ട് ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. ഇറച്ചിയിലേക്ക് മുളകും മഞ്ഞളും ഉപ്പും എല്ലാം നല്ലവണ്ണം കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഗ്രേവി ഒട്ടും ആവശ്യമില്ലാത്തതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതാണ് കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. വെന്ത് വരുമ്പോൾ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും വരുന്നിടം വരെയാണ് ഇറച്ചി വേവിച്ചെടുത്തത്. ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫിൻ്റെ വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബീഫ് 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ബാക്കി ഫ്രൈ ചെയ്യുമ്പോൾ വെന്തുകൊള്ളും. ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ നോൺ വെജ് അച്ചാറുകൾക്കെല്ലാം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. രുചിക്കും കൂടുതൽ നാൾ കേടുകൂടാതിരിക്കുന്നതിനും നല്ലെണ്ണയാണ് നല്ലത്. ചൂടായ എണ്ണയിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരുന്ന സമയത്ത് 1 കപ്പ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് കളറ് മാറി ഫ്രൈ ആകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും 3/4 ഭാഗത്തോളം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മൂത്ത് കിട്ടണം. ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് നിരത്തിയിടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്ത് കോരിയ എണ്ണയിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ നിന്നും പകുതി ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇറച്ചി ഫ്രൈ ആകുകയും വേണം, എന്നാൽ നല്ല സോഫ്റ്റുമായിരിക്കണം. ഒത്തിരി മൂത്ത് പോയി കല്ല് പോലാകരുത്. അങ്ങനെ ആയാൽ അച്ചാർ കൂട്ടാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല. ഫ്രൈ ആക്കിയ ഇറച്ചിയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ അടുത്ത ബാച്ച് ബീഫും കൂടി ഇട്ട് ഫ്രൈ ആക്കി എടുത്ത് കോരി വെക്കാം. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂട്ട് 2 ഭാഗങ്ങളാക്കി മാറ്റി വെക്കാം. അതിലൊരു പോർഷൻ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ പൗഡർ പോലെ കിട്ടത്തില്ല, എണ്ണയിൽ വറുത്തതായതുകൊണ്ട് ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇങ്ങനെ പൊടിക്കുന്നത് അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും ഇറച്ചിയിലേക്ക് ഇതിൻ്റെ ഫ്ലേവറെല്ലാം നല്ലവണ്ണം പിടിക്കുകയും ചെയ്യും. ഇറച്ചി ഫ്രൈ ആക്കിയ എണ്ണ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി എണ്ണ ചൂടാക്കിയതിന് ശേഷം ഓഫ് ചെയ്യുക. അതിനുശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക. 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം. പൊടികൾ മൂത്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പൊടിയാണ്.
ഇതും കൂടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി വറുത്തതിൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. അച്ചാർ ഒട്ടും തന്നെ ഗ്രേവി ഇല്ലാതെ ഡ്രൈ ആയാണ് ഇരിക്കുന്നത്. ഈ മസാലകളെല്ലാം ഇറച്ചിയിലേക്കൊന്ന് പിടിക്കണമെങ്കിൽ കുറച്ച് ഗ്രേവി വേണം. അതിനായിട്ട് 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി ഒന്ന് ഗ്രേവി കുറുകി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. കുറച്ചുനാൾ കേടുകൂടാതിരിക്കുന്നതും ടേസ്റ്റിയുമായ ബീഫ് അച്ചാർ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലാണോ തയ്യാറാക്കുന്നത്? അല്ലെങ്കിൽ ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.